Story of a Dalit, story of Muslim, story of two brothers, story of friendship, story of migrant workers, story of women, story of a pandemic എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് ടൈറ്റിലുകൾ ഇട്ട് പറയാവുന്ന ഇത്രയും എലമെൻറ്റുകളെയും അതിഗംഭീരമായി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള, എന്നാൽ എവിടെയും ഒരു സ്ഥലത്തും ഒരു ക്ലാസ് എടുപ്പായി മാറാത്ത ഒരു ഗംഭീര ഇംപ്രഷൻ എന്നിൽ ഉണ്ടാക്കിയ ഇങ്ങനെ ഈ സംഭവങ്ങളെ ഒരുമിച്ച് വെച്ച് ഒരു സ്ഥലത്തും ബോറടിക്കാതെ ഭയങ്കര ജെന്യുവിനായിട്ട് ഒറിജിനലായിട്ട് നമ്മളോട് കഥ പറയുന്ന ഒരു സിനിമ അനുഭവം, അതിനെക്കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. ഒരുപാട് ആളുകൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുള്ള, ഒത്തിരി ആളുകൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ച് കാണണം എന്നൊക്കെ പറഞ്ഞ സിനിമ ഹോം ബൗണ്ട്. അത് തിയേറ്ററിൽ വന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റിയില്ല. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കാണാൻ കുറച്ച് വൈകിപ്പോയി എന്ന് എനിക്ക് കുറ്റബോധം തോന്നിപ്പോയി സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അതിലൊരു എക്സ്പീരിയൻസ് സത്യം പറഞ്ഞാൽ നമ്മൾ ഈ IFFKക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫിലിം ഫെസ്റ്റിവൽ പരിപാടിയിലൊക്കെ ഇരുന്ന് കാണുന്ന ഒരു സിനിമ അനുഭവം ഉണ്ടല്ലോ, അങ്ങനെ ഒരു സിനിമ കണ്ടു കഴിയുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരു ഇംപ്രഷൻ, ഞാനൊരു ഗംഭീര സിനിമ കണ്ടു എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയില്ലേ, അത് സാധിച്ചെടുത്തിട്ടുള്ളൊരു സിനിമ നിങ്ങളോട് മസ്റ്റ് വാച്ച് എന്നാണ് പറയുന്നത്. സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കേണ്ട ഒരു സിനിമയാണ്. കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും ഞാൻ കമൻറ്റ് ബോക്സിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോസിറ്റീവ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ പോസിറ്റീവ് ഇമോഷൻസ് ആണ്. സാധാരണ ഞാൻ പെർഫോമൻസ് പറയാറുണ്ട്, വിഷ്വൽ പറയാറുണ്ട്, ഓഡിയോ പറയാറുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ പറയുന്നത് ഇമോഷൻസ് ആണ്. എന്ന് വെച്ചാൽ അത്രയും റോ ആയിട്ട്, അത്രയും ഒറിജിനലായിട്ട്, അത്രയും ജെന്യുവിനായിട്ട് ഇമോഷൻസ് നമുക്ക് മനുഷ്യന്മാരുടെ കാണാൻ പറ്റുക എന്ന് പറയില്ലേ. ചില സമയത്ത് ഈ പറയുന്നൊരു ദളിത് പൊളിറ്റിക്സ് പറയുമ്പോൾ അല്ലെങ്കിൽ മുസ്ലിംസിൻ്റെ ഈ മാറ്റി നിർത്തൽ അനുഭവിക്കപ്പെടുന്നവൻ്റെ വേദന എന്ന് നമുക്ക് ഒറ്റ വാചകത്തിൽ പറയാം. ആ വേദനകൾ കാണിക്കുമ്പോൾ ചിലപ്പം കുറച്ച് കൂടിപ്പോവും, ചിലപ്പം ഇതിനോട് നീതി പുലർത്തിയില്ലല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. പക്ഷേ ഇവിടെ നമ്മൾ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് കാര്യങ്ങൾ കാണുന്നുണ്ട്. അത് ഏറ്റവും ഒറിജിനലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹോം ബൗണ്ട് 2 കൂട്ടുകാരുടെ കഥയാണ്. എങ്ങനെയെങ്കിലും ഒരു ഗവൺമെൻറ് ജോലി കിട്ടിയിട്ട് വേണം ഇന്ന് അവർ അനുഭവിക്കുന്ന കഷ്ടപ്പാടിൽ നിന്ന് കരകയറി വരാനും അവരുടെ ഐഡൻറ്റിറ്റീസ് കാരണം അവർ മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്ന സാഹചര്യത്തിൽ നിന്ന് മുന്നോട്ട് വരണമെന്നൊക്കെ പ്രതീക്ഷിക്കുന്ന ആളുകളാണ്. അവരുദ്ദേശിക്കുന്ന ഗവൺമെൻറ് ജോലിയിലേക്ക് എത്താൻ സമയമെടുക്കുമെന്ന് മനസ്സിലാവുമ്പോൾ ഒരാൾ കോളേജിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തീരുമാനം എടുക്കും. പക്ഷേ കോളേജിൽ പോയി പഠിക്കാൻ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്കും പിന്നെ ഒരു ട്വിസ്റ്റ് സംഭവിക്കുന്നു. അയാളൊരു മൈഗ്രൻ്റ് വർക്കർ ആവേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു. അപ്പുറത്തെ സൈഡിൽ എല്ലാവരെയും പോലെ ദുബായ് പോയി രക്ഷപ്പെടാം എന്ന് പറയുന്നൊരു സാധ്യത ഉണ്ടെങ്കിലും എനിക്ക് ദുബായ് പോകണ്ട, എൻ്റെ പ്രായമായ അച്ഛനെയും അമ്മയും ഞാൻ നോക്കണം, എനിക്ക് ഈ നാട് വിട്ട് പോകണ്ട, ഇവിടെ തന്നെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരാൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരാനുള്ള വഴികളൊക്കെ തുറന്നു തരുമ്പോഴും അവൻ്റെ ഐഡൻറ്റിറ്റി കൊണ്ട് വളരാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അവനും ഒരു മൈഗ്രൻ്റ് വർക്കറായി മാറാനുള്ള അങ്ങനെ നിർബന്ധിതരാകുന്ന വേറെ ഓപ്ഷൻ ഇല്ല. നമ്മളെ ജീവിക്കാനും വളരാനും അനുവദിക്കില്ല ചുറ്റുമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ കൈ കിട്ടുന്നൊരു ജോലിക്ക് പോയി എങ്ങനെയെങ്കിലും ജീവിതവും കുടുംബമൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന 2 യുവാക്കൾ. അവരുടെ ഫ്രണ്ട്ഷിപ്പാണ് നമ്മൾ ആദ്യം കാണുന്നത്. അവരുടെ പെയിൻ, അവരുടെ ഫ്രസ്ട്രേഷൻ, അവരുടേന്ന് ഞാൻ പറയുമ്പോൾ അവർ മാത്രമല്ല കേട്ടോ, അവരുടെ അച്ഛനമ്മമാർ, അവരുടെ സഹോദരങ്ങൾ, കൂട്ടുകാർ, ചുറ്റുപാട്, കാമുകി, അങ്ങനെ തുടങ്ങി അതൊരു 360 ആംഗിളിലുള്ള കാഴ്ചയാണ്. അതായത് ഇവരെ 2 പേരെ മാത്രമല്ല നമ്മൾ കാണുന്നത്, അവരുടെ ജീവിത സാഹചര്യങ്ങളും ഈവൻ അവരുടെ അമ്മ, ഈ പറയുന്ന സഹോദരി, അവളുടെ എത്രയോ വർഷത്തെ പെയിൻ അവർ ഒരൊറ്റ ഡയലോഗിലേക്ക് കൊണ്ടുവന്നങ്ങ് ഇടുകയാണ്. നമുക്കതങ്ങ് കൊള്ളും അതിഭീകരമായിട്ട്. അതിനകത്ത് വരുന്ന കാമുകി, അവൾ ഉദ്ദേശിക്കുന്ന അവളുടെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയ പ്രകാരം നമ്മൾ മുന്നോട്ട് പോകണമെന്ന് അവൾ ചിന്തിക്കുമ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ള റിയാലിറ്റി അവൾ കാണുന്നില്ല. ഈ റിയാലിറ്റിയിലേക്ക് വന്ന് പോരടിക്കുന്ന ഇവർ ഈ രാഷ്ട്രീയം മനസ്സിലാക്കി തിരിച്ചു പോവുക. ഇങ്ങനെ അതിൻ്റെ ഒരു ട്രാവലുണ്ട്. അത് നിങ്ങൾ സിനിമ കാണുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. ഇതെല്ലാം നമ്മൾ കാണുമ്പോൾ ഇതിനകത്ത് എവിടെയും ഇമോഷൻസ് ചോർന്നു പോകാതെ അത്രയും എനിക്ക് അവരുടെ സൗഹൃദമൊക്കെ കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് ഇങ്ങനൊരു കൂട്ടുകാരനെ വേണം, എൻ്റെ ലൈഫ് ലോങ് എനിക്ക് അങ്ങനെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് നമുക്ക് കൊതി തോന്നിപ്പോകുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇതിനകത്തുണ്ട്. ആ ബ്രദർഹുഡ് അവസാനമൊക്കെ ആകുമ്പം ഞാനാകെ അങ്ങനത്തെ ഒരു ഫീലായിപ്പോയ അങ്ങനത്തെ ഒരു സിനിമ അനുഭവമാണ്. രണ്ടാമത്തെ പോസിറ്റീവ് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ്, ക്യാരക്ടറൈസേഷൻസ് ആണ്. എല്ലാവരെയും കാണുന്നൊരു സിനിമയാണിത്, ആരെയും വിട്ടുപോയിട്ടില്ല. ശാലിനി വത്സ എന്ന് പറയുന്ന ആർട്ടിസ്റ്റാണ് ഇതിനകത്ത് ചന്ദൻ എന്ന് പറയുന്ന മെയിൻ ക്യാരക്ടറിൻ്റെ, എന്ന് വെച്ചാൽ 2 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അതിലൊന്ന് ചന്ദനാണ്, മറ്റേ ആൾ ഷൊയബാണ്. ഈ ചന്ദൻ്റെ അമ്മ ശാലിനി വത്സ എന്നാണ് ആ ആർട്ടിസ്റ്റിൻ്റെ പേര്. പുള്ളിക്കാരിയുടെ ആ ക്യാരക്ടർ കടന്നു പോയിട്ടുള്ള പെയിൻ എന്താണ്, അവരെങ്ങനെയാണ് ഇങ്ങനെ ആയത്, അവരെന്താണ് ഇങ്ങനെ ആക്കി തീർത്തത്, ഈവൻ അവരുടെ കാലിലെ ഈ ഉപ്പൂറ്റിയുടെ അവിടെ വരുന്ന വിള്ളലുകളുണ്ടല്ലോ, ആ വിള്ളലുകളെക്കുറിച്ച് അവർ സംസാരിക്കുന്നുണ്ട്. അത് തുടക്കത്തിൽ സംസാരിച്ചു തുടങ്ങുമ്പോഴേ എനിക്കറിയാതെ എങ്ങോട്ടായിരിക്കും അവർ കൊണ്ടെത്തിക്കാൻ പോകുന്നതെന്ന്. അത് ഞാൻ പറയുന്നത് പ്രെഡിക്റ്റബിൾ എന്നല്ല, നമുക്ക് ആ പെയിൻ അറിയാവുന്നതുകൊണ്ട് നമ്മളത് കണ്ടിട്ടുള്ളതുകൊണ്ട് അതെങ്ങനെയായിരിക്കും അവർ കറക്കി കൊണ്ടുവരാൻ സാധ്യതയുള്ളതെന്ന് പറയുന്ന ഒരു തോന്നലുണ്ടായിരുന്നു. അതിലേക്ക് തന്നെ വന്നു എന്നേ ഉള്ളൂ, അല്ലാതെ ഞാൻ പ്രെഡിക്റ്റബിൾ എന്നല്ല പറയുന്നത്. ആ ഇമോഷനും ആ പെയിനും അവരുടെ കാലിലെ ഓരോ വരയുടെയും കഥ നമുക്കറിയാൻ പറ്റും എന്ന് പറയുന്ന പോലെ നമുക്ക് ക്യാരക്ടേഴ്സിനെ അറിയാം. ആൻഡ് അവരൊരു അസാമാന്യ പെർഫോമറാണ്. അസാമാന്യ പെർഫോമർ എന്ന് പറഞ്ഞാൽ
എൻ്റെ മോനെ നമ്മൾ ഈ പടം കഴിഞ്ഞിട്ട് ഇവരൊക്കെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ തൊഴുത് നിന്നിട്ട് ഗംഭീരമായിട്ടുണ്ടായിരുന്നു മാം എന്ന് പറഞ്ഞു. അമ്മാതിരി പെർഫോമർ. ഹർഷിക പർമർ എന്നാണ് ഈ സഹോദരിയുടെ, ചന്ദൻ്റെ സഹോദരിയുടെ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആർട്ടിസ്റ്റിൻ്റെ പേര്. അവരും ആ ക്യാരക്ടറൊക്കെ എന്താണെന്നറിയാം. അവർ കോളേജിൽ പോകുക വേണ്ടാന്ന് തീരുമാനിച്ച് വന്നിരിക്കുന്ന അനിയൻ്റെ അടുത്ത് നിനക്ക് മാത്രമാണ് ഈ കുടുംബത്തിലെല്ലാം ചൂസ് ചെയ്യാൻ അവകാശം ഉണ്ടായിരുന്നത് ചന്ദൻ എന്ന് പറഞ്ഞിട്ട് അവൾ എണീറ്റ് പോവുകയാണ്. ആ പോക്കിൽ ഒരു ദളിത് വുമൺ അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഫെമിനിസം പറയുമ്പോൾ സ്ത്രീകൾ അനുഭവിക്കുന്ന അവർ കാലാകാലങ്ങളായി നേരിട്ടുകൊണ്ടിരിക്കുന്ന ചൂഷണങ്ങളും ഒക്കെ സംസാരിച്ച് പോകുമ്പോൾ ഇതിനപ്പുറത്തെ സൈഡിൽ അല്ലെങ്കിൽ കുറേയും കൂടി നമ്മൾ സംസാരിക്കേണ്ട ഒരുപാട് വിഷയങ്ങളുള്ള ചില കാര്യങ്ങളൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ട ഒരു വിഭാഗമാണ് ദളിത് സ്ത്രീകൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പെൺകുട്ടി അവളുടെ പെയിനെയൊക്കെ അവരൊറ്റ ഡയലോഗിലൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ഡയലോഗ് കേൾക്കുമ്പോൾ അവിടെ പോസ് ചെയ്തിട്ട് ആലോചിച്ച് നോക്കണം അവൾ എന്താണ് അങ്ങനെ സംസാരിച്ചത്. നെറ്റ്ഫ്ലിക്സിലല്ലേ കാണുന്നത്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിർത്തിയിട്ടിട്ട് ആലോചിച്ച് നോക്കണം അവൾ എങ്ങനെയാണ് പറഞ്ഞത്, അത് എന്തുമാത്രം പെയിനിൽ നിന്നുകൊണ്ടാണ് ആ ഡയലോഗ് വരുന്നതെന്നൊക്കെയുള്ളത്. എന്തൊരു പെർഫോമൻസ് ആണോ, എന്തൊരു ക്യാരക്ടറൈസേഷനാണത്. ആൻഡ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഇത്രയും കാലം ഞാൻ ജാൻവി കപൂറിനെ സ്ക്രീനിൽ കണ്ടിട്ട് ആദ്യമായി ജാൻവി പൊളിച്ചു എന്ന് പറയാൻ തോന്നിപ്പിക്കുന്ന അതിലൊരു നല്ല പെർഫോമൻസ് ഞാൻ ജാൻവി കപൂറിൽ നിന്ന് കണ്ടു. അവർ ചില ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ചിരിക്കുന്ന സീനിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുപോയി എന്ന് പറയില്ല, നമ്മൾ കണ്ടിരുന്നു പോയി എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു പെർഫോമൻസും അങ്ങനത്തെ ഒരു ക്യാരക്ടർ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് സ്റ്റാർസ് ഓഫ് ദ ഷോ എന്ന് പറയുന്ന ഇതിലെ നായക കഥാപാത്രങ്ങൾ ഇഷാൻ ഖട്ടർ ആൻഡ് വിശാൽ ജദ്വ, ഇവർ രണ്ടുപേരുമാണ് ഇതിലെ നായക കഥാപാത്രങ്ങളെ കൈകാര്യം ചെയ്തിട്ടുള്ളത്. മൂന്നാമത്തെ പോസിറ്റീവിലേക്ക് നമ്മൾ കടക്കാണ്. പെർഫോമൻസ് ഗംഭീര പ്രകടനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിഗംഭീര പ്രകടനങ്ങൾ. ഞാൻ ഈ സൈഡ് റോളുകൾ ഇത്രയും പറയണമെങ്കിൽ ഇവരുടെ പെർഫോമൻസ് എത്രമാത്രം മികച്ചതായിരിക്കും. ഇവർ രണ്ടുപേരും ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്നിട്ടുള്ള രണ്ട് പയ്യന്മാർ കുടുംബം പോറ്റാൻ വേണ്ടി ജോലിക്ക് വേറെ നാട്ടിൽ ചെന്ന് പെടുന്നു. കോവിഡ് വരുന്നു, നാട്ടിൽ പോകാൻ വഴിയില്ല, എങ്ങനെയോ കയറി പോകാൻ നോക്കുന്ന സമയത്ത് നടന്നു പോകേണ്ടി വരുന്നു. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചറിഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നടന്നു പോവേണ്ടി വന്ന മൈഗ്രൻ്റ് വർക്കേഴ്സ്, ഇന്ത്യൻ ജനങ്ങൾ, നമ്മളിൽ ചിലർ ആ അനുഭവത്തിനെ, ആ പെയിനെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടി ഇത്രയും സാധനങ്ങളെല്ലാം പറഞ്ഞ് അവരുടെ ജീവിതത്തിലെ എല്ലാ ജേണിയും പറഞ്ഞു കഴിഞ്ഞ് ഇതും കൂടി ആവുമ്പോഴേക്കും ഉണ്ടല്ലോ നമ്മളെ അതങ്ങ് ഇരുത്തിക്കളയും. അതിന് മാത്രം ഇവന്മാരുടെ പെർഫോമൻസ് ഉണ്ട്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും ശരി, അതിൻ്റെ പാട്ടുകൾ വന്ന് കയറുന്നതാണെങ്കിലും നവീൻ ചന്ദ്രവർക്കറാണ് ഇതിൻ്റെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ബെനഡിക്ട് ടൈലറും മ്യൂസിക്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അമിത് ത്രിവേദിയാണ് ഇതിലെ പാട്ടുകൾ ചെയ്തിട്ടുള്ളത്. ജാതി മ്യൂസിക് എന്ന് പറയുന്നത് നമ്മളൊരു ഇൻ്റർനാഷണൽ സിനിമ കാണാണ്. ചില ആൾക്കാർ വിചാരിക്കുന്ന ഇൻ്റർനാഷണൽ സിനിമ എന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള ഏതെങ്കിലുമൊക്കെ കഥ പറയുന്നത്, അതല്ല. ഇൻ്റർനാഷണൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റൂട്ട്സിനോട്, നമ്മുടെ മണ്ണിനോട് നമ്മൾ എത്രത്തോളം ചേർന്നു അത്രത്തോളം നമ്മൾ ഇൻ്റർനാഷണൽ ആവുമെന്നാണ് പറയാം. അങ്ങനെ ഒരു ഇൻ്റർനാഷണൽ പടം ഞാൻ കാണുകയാണ്. ഇത്രയും ഫീലും ഇമോഷൻസും പൊളിറ്റിക്സും സ്ട്രഗിൾസും എല്ലാം പറയുന്നൊരു സിനിമയിൽ അതിൻ്റെ മ്യൂസിക് സാധനങ്ങളും അതിനെ ഭയങ്കരമായിട്ട് എൻഹാൻസ് ചെയ്യുന്ന അടിപൊളിയായിട്ടാണ്. വിഷ്വൽസ് ഒരു രക്ഷയില്ലാത്ത ഗംഭീര വിഷ്വൽസ്. ഞാൻ പറയുന്നത് എൻ്റെ റിക്വസ്റ്റാണ്, നിങ്ങൾ കിട്ടാവുന്ന ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ പ്ലേ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസ് വെച്ചിട്ട് വേണം ഈ സിനിമ കാണാൻ. നല്ലൊരു പെയർ ഓഫ് ഹെഡ്ഫോൺസ് സംഘടിപ്പിച്ചിട്ട് കാണണം. അല്ലാതെ നമ്മൾ സ്പീക്കറിലൊക്കെ ഇരുന്ന് കണ്ടാൽ അപ്പുറം ഇപ്പുറം പോകുന്ന ആൾക്കാരുടെ സൗണ്ടൊക്കെ കേട്ട് ചിലത് നമ്മൾ മിസ് ചെയ്ത് പോകും. ഹെഡ്ഫോൺസിൽ കേൾക്കണം. അതൊരു ഗംഭീര സിനിമ എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമ്മൾ പത്രത്തിലൂടെ മാത്രം വായിച്ചറിഞ്ഞിട്ടുള്ളൊരു ലൈഫ് കാണുകയാണ്. കോവിഡിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ വീട്ടിൽ, അതായത് ഈ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാൻ പോകുക എന്നുള്ളത് ഞാൻ മീഡിയയിലായിരുന്നുകൊണ്ട് അറിഞ്ഞു. അപ്പോൾ തലേ ദിവസം തന്നെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. പോണ വഴിക്ക് ആക്സിഡൻ്റായി. എന്നിട്ട് ഞാൻ എങ്ങനെയൊക്കെയോ വീട്ടിൽ ചെന്ന് കയറി മുട്ടിന് പണി കിട്ടിയതായിരുന്നു. പിന്നെ ഞാൻ കിടപ്പായിരുന്നു. ഒരു 2 മാസത്തോളം ബെഡിൽ തന്നെയായിരുന്നു. ഇടയ്ക്കൊക്കെ എണീറ്റ് നടക്കൽ പരിപാടികൾ. എന്നെ സംബന്ധിച്ച് വീട്ടിൽ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഗവൺമെൻറ് നമുക്ക് കാര്യങ്ങളൊക്കെ എത്തിച്ചു തരുന്നു. അമ്മ അതൊക്കെ വീട്ടിൽ കൊണ്ടുവരുന്നു. നമ്മളെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നു. വീട്ടിലെല്ലാവരും ഒരുമിച്ച് കൂടിയൊരു ഇതായിരുന്നു. പൈസയുടെ കുറച്ച് ബുദ്ധിമുട്ടുകൾ അവസാന സമയമൊക്കെ ആയപ്പോഴേക്കും പലരും അനുഭവിച്ചു തുടങ്ങിയെങ്കിലും എൻ്റെ സാലറി മുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഐ എം ഗ്രേറ്റ്ഫുൾ ടു മൈ കമ്പനി. അതൊക്കെ കൊണ്ട് നമ്മളൊരു ഓളത്തിലങ്ങ് പോയി. പക്ഷേ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചറിയുന്ന ജീവിത കഥകൾ എന്ന് പറയുന്നത് പേടിപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അത് ഞാൻ വീണ്ടും കാണുകയാണ്. ഞാൻ അവരുടെ പൊസിഷനിൽ നിന്നിട്ട് എന്നെ ആലോചിച്ച് നോക്കി, എന്ത് ചെയ്യൂടെ, ഒരു 100-400 കിലോമീറ്ററും കൂടി ഉണ്ട് വീട്ടിലേക്ക് പോകാൻ. എങ്ങനെയെങ്കിലും ഒന്ന് വീടെത്തി പട്ടിണി കിടന്ന് മരിക്കാനാണെങ്കിൽ അത് അവിടെ ചെന്നിട്ട് മതി നമ്മൾ ആഗ്രഹിച്ചു പോകും. എത്തില്ല ഒരു മനുഷ്യനെ കൊണ്ട്. ആ സ്ട്രഗിളും പെയിനും നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ സിനിമയിലെ ഏറ്റവും വലിയ പോസിറ്റീവ്, ഒരു സ്ഥലത്ത് പോലും ഇതൊരു സ്റ്റഡി ക്ലാസ്സായി മാറുന്നില്ല. നിങ്ങൾക്കറിയോ ദളിതർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. മുസ്ലിമായി ജനിച്ചതുകൊണ്ട് മാത്രം ഒരാളിവിടെ അനുഭവിക്കുന്ന വിവേചനം ഇത്രത്തോളമാണ്, അല്ലെങ്കിൽ ഈ മൈഗ്രൻ്റ് വർക്കേഴ്സിൻ്റെ പെയിൻ ഇതാണ് എന്നൊന്നും എവിടെയും പറയുന്നില്ല. നിങ്ങളൊരു നല്ല സിനിമ കാണുകയാണ്. നല്ല ഫ്രണ്ട്ഷിപ്പിൻ്റെ ആഴമുള്ള ഈ കുടുംബത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, അവരെ സ്നേഹിക്കുന്നൊരു കുടുംബത്തിൻ്റെ, അങ്ങനെ സ്നേഹം നിറഞ്ഞു നിൽക്കുന്ന നല്ലവരായ കുറേ മനുഷ്യരുടെ കഥ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക.
അങ്ങനെ ഈ സിനിമ നിങ്ങൾക്ക് കണ്ടു തീർക്കാം. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാൻ ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ രീതിയിൽ അവരുണ്ടാക്കിയിട്ടുള്ളൊരു സിനിമയാണ്. നീരജ് ഗൈവാനാണ് ഇതിൻ്റെ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത്. വണ്ടർഫുൾ മൂവി. ഹോം ബൗണ്ട് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങളൊരു ജാൻവി കപൂർ ഹേറ്റർ ആണെങ്കിൽ ഈ സിനിമ കഴിയുമ്പോൾ നിങ്ങൾക്ക് ജാൻവി കപൂറിനെയും ഇഷ്ടമാവും എന്ന് പറയുന്ന പോലെ അത്രയും രസമായി എല്ലാ കാര്യങ്ങളും വന്നിട്ടുള്ളൊരു ഗംഭീര പാക്കേജാണ് ഹോം ബൗണ്ട് എന്നെ സംബന്ധിച്ച്. പക്ഷേ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ആട്ടവും പാട്ടും പരിപാടിയും പ്രതീക്ഷിച്ച് കാണാതിരിക്കുക. നമ്മളുടെ എഫേർട്ട് കാണാനും മനസ്സിലാക്കാനും നമ്മളുടെ എഫേർട്ട് ഡിമാൻഡ് ചെയ്യുന്ന ഒരു സിനിമയാണ്. അത് നിങ്ങൾ കൊടുത്താൽ നിങ്ങളുടെ സമയത്തിനുള്ള വില 100 ഇരട്ടിയായിട്ട് തിരിച്ചു വരുന്ന ഒരു സിനിമയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സിനിമ കാണാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ ഓൾറെഡി ഈ സിനിമ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.